കൈരളി ന്യൂസ് ഫോളോ അപ്പ്. കോൺഗ്രസ് ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പിൽ അടിമുടി ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങളാണ് ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചോദ്യങ്ങളോട് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. KPCC ആപ്പ് ക്ലോസ് ചെയ്തു എന്നാണ് VD സതീശൻ പറയുന്നത്. എന്നാൽ കണക്കുകൾ ഇപ്പോഴും ആപ്പിലുണ്ടെന്നും AP അനിൽകുമാർ പറയുന്നു, KPCC ഭാരവാഹി. വയനാട് പുനരധിവാസത്തിനായുള്ള KPCCയുടെ 100 വീട് നിർമ്മാണ പദ്ധതിക്കായി ഫണ്ട് പിരിവിന് ഉപയോഗിച്ച ആപ്പ് പ്രവർത്തനരഹിതമായതിൽ ദുരൂഹത ഏറുകയാണ്. വിഷയത്തിൽ മറുപടി പറയാൻ ബാധ്യസ്ഥരായ കോൺഗ്രസ് നേതാക്കൾ പരസ്പര വിരുദ്ധമായ വിശദീകരണങ്ങൾ നൽകി തടിതപ്പുന്നു. ആപ്പ് KPCC ക്ലോസ് ചെയ്തുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. ഞങ്ങളത് ക്ലോസ് ചെയ്തല്ലോ, അത് ക്ലോസ് ചെയ്താണ് KPCC, അത് ക്ലോസ് ചെയ്താണ്. അല്ല, അതൊക്കെ ഞാനല്ലല്ലോ പറയണ്ടേ, KPCC പ്രസിഡന്റ് പറയും. അതൊക്കെ കൃത്യമായിട്ടുള്ള ബാങ്കിലെ അക്കൗണ്ടാണ്. അതേസമയം ആപ്പ് പ്രവർത്തനക്ഷമമാണെന്നും കണക്കുകളെല്ലാം ആപ്പിൽ ലഭ്യമാണെന്നുമാണ് ജൂലൈ 2-ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആപ്പ് സുതാര്യമാണെന്നും കണക്കുകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും കൂടി പറഞ്ഞിരുന്നു അനിൽകുമാർ. KPCC ആണ് അതിന്റെ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുള്ളത്. വ്യക്തമായി പിന്നീട് പറയുന്നത് പ്രത്യേക അക്കൗണ്ടാണ്. അതിനകത്തൊരു ആപ്പ് ഉണ്ട്. ആപ്പിനകത്ത് ഞങ്ങൾ കളക്ട് ചെയ്ത ഫണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആപ്പ് ആർക്കും കിട്ടാവുന്ന ഒന്നാണ്. ഇപ്പോഴും ആപ്പ് ഓപ്പൺ ആണ്. ഫണ്ട് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്, അത് തെറ്റണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ KPCCയുടെ ആപ്പിനകത്ത് അതുണ്ട്. എന്നാൽ അനിൽകുമാറിന്റെ വാക്കുകേട്ട് ആപ്പ് പരിശോധിച്ചാൽ പണപ്പിരിവ് സംബന്ധിച്ച ഒരു ഡാറ്റയും കാണാൻ സാധിക്കില്ല. 9 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആപ്പ് പ്രവർത്തനരഹിതമായിരുന്നു. 2024 ഒക്ടോബറിലാണ് ആപ്പിൽ ലാസ്റ്റ് അപ്ഡേറ്റ് കാണിക്കുന്നത്. പിന്നീട് ആപ്പ് സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനാക്കി മാറ്റി. 3,14,00,000 രൂപ ആപ്പ് വഴി സമാഹരിച്ചു എന്നാണ് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ ഒരു വിശദാംശങ്ങളും ആപ്പിൽ ലഭ്യമല്ല. കണക്കുകൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നതാണെന്ന ആരോപണവും ശക്തമാണ്. ദുരന്തബാധിതരെ സഹായിക്കാനെന്ന പേരിൽ പിരിച്ച പണത്തിന്റെ കണക്ക് പോലും ജനങ്ങൾക്ക് മുന്നിൽ ഒളിച്ചുവെക്കുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. ദുരന്തം നടന്ന് 1 വർഷമായിട്ടും കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീട് പദ്ധതിയിൽ ഒരു വീട് പോലും നിർമ്മിക്കാനാകാത്തതിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. തൃക്കൈപ്പറ്റയിലെ ഉപയോഗശൂന്യമായ ഭൂമി വീട് നിർമ്മാണത്തിനായി വലിയ വില കൊടുത്ത് വാങ്ങാൻ ശ്രമിക്കുന്നുവെന്ന ഗുരുതര ആരോപണവും ഉയരുന്നുണ്ട്. PV കുട്ടൻ, കോഴിക്കോട്. PV കുട്ടൻ തന്നെ ആദ്യം നമ്മോടൊപ്പം ചേരുന്നു. ഒപ്പം നാസർ കൊളായി കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കാനായുണ്ട്. ആദ്യം ശ്രീ PV കുട്ടൻ ഞങ്ങളുടെ പ്രതിനിധിയിലേക്ക്. PV കുട്ടൻ, ഈ വാർത്ത താങ്കളാണ് പുറത്തെത്തിച്ചത്. ഈ ആപ്പുമായി ബന്ധപ്പെട്ട്, ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് തുറന്നു നോക്കിയാൽ അതിൻ്റെ പുറംചട്ട മാത്രം, ഹോം പേജ് മാത്രമേ കാണാറുള്ളൂ. അതിനകത്ത് ഈ ആൾക്കാർ നൽകിയ വിവരമോ ഒന്നും കണക്കുകളില്ല. നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്, ലീഗുമായി ബന്ധപ്പെട്ട് ഒക്കെയുള്ള ഈ ഫണ്ട് തിരിമറിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം, എന്തിന് ആലപ്പുഴയിലെ സംസ്ഥാന പഠന ക്യാമ്പിൽ പോലും വിമർശനം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടക്കം ഉണ്ടായ സാഹചര്യമുണ്ട്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന ആരോപണമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ആപ്പിൻ്റെ കാര്യത്തിലുള്ള വൈരുദ്ധ്യം നേതാക്കൾ തമ്മിൽ. ഒരാൾ പറയുന്നു ക്ലോസ് ചെയ്തു എന്ന്, മറ്റൊരാൾ പറയുന്നു രേഖകൾ ഇപ്പോഴും ഉണ്ടെന്ന്. PV കുട്ടൻ. വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു അന്ന് ഈ ദുരന്തം നടന്ന ഘട്ടത്തിൽ KPCC നേതാക്കൾ, അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചത്. രണ്ടുപേരും ചേർന്നുകൊണ്ടാണ്, രാഹുൽ ഗാന്ധിയുടെയും KPCCയുടെയും സംയുക്തമായാണ് ഇത്തരത്തിൽ 100 വീട് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇതിന്റെ ഫണ്ട് കളക്ഷന് വേണ്ടിയാണ് ഒരു പ്രത്യേക ആപ്പ് ആരംഭിച്ചത്. ഈ ആപ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ വ്യക്തമാക്കിയിരുന്നത്, മൊത്തത്തിൽ പിരിച്ച തുക, ഇതുവരെ ചിലവഴിച്ച തുക, സംഭാവന തന്നവരുടെ വിവരങ്ങൾ, ചെലവഴിച്ച തുകയുടെ വിശദാംശങ്ങൾ എന്നിവ ഈ ആപ്പിലൂടെ ലഭ്യമാക്കും. അതായത് പൊതുസമൂഹത്തിന് എപ്പോ വേണമെങ്കിലും ഈ ആപ്പിൽ കയറി പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ സുതാര്യമായി ഈ കണക്കുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ ആപ്പ് 2024 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആപ്പ് ഉപയോഗത്തിലുണ്ടായിരുന്നത്. ഒക്ടോബർ മാസത്തോടുകൂടി ആപ്പിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. ആ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതായത് ഒക്ടോബർ മുതൽ ആപ്പ് സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനായി. ഇപ്പോൾ ഈ ആപ്പ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഇൻസ്റ്റാൾ ചെയ്താൽ ന്യൂ വേർഷൻ അവൈലബിൾ, താങ്ക് യു എന്ന് കാണാം. താങ്ക് യു ക്ലിക്ക് ചെയ്താൽ വീണ്ടും പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലേക്ക് പോകും. സ്വാഭാവികമായും അപ്ഡേറ്റ് ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. സംഭാവന നൽകിയവർക്കും ഈ ആപ്പിൽ വിവരങ്ങൾ ലഭ്യമാവുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളോട് പ്രതികരണം തേടുന്നത്. ആ സമയത്താണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്, ആപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തികച്ചും വസ്തുതാവിരുദ്ധമാണെന്ന് AP അനിൽകുമാറിന്റെ, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ വിശദീകരണത്തോടെ നമുക്ക് ബോധ്യമാവും. അനിൽകുമാർ പറഞ്ഞത് വളരെ സുതാര്യമായാണ് ഫണ്ട് പിരിവ് നടന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കണക്ക് പറയാൻ അറിയില്ല. നിങ്ങൾക്ക് കണക്കുകൾ നമ്മുടെ ആപ്പിൽ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതിനകത്ത്
മുഴുവൻ വിശദാംശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അനിൽകുമാറിന്റെ വാക്ക് കേട്ട് നമ്മൾ ആപ്പ് പരിശോധിച്ചാൽ അതിനകത്ത് ഒരു വിശദാംശങ്ങളുമില്ല. അത് സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനായി മാറിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള അപ്ഡേഷൻ അതിനകത്തില്ല. ഈ 3,14,00,000 രൂപ പിരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നത്. ഈ തുകയുടെ വിശദാംശങ്ങളില്ല. ഈ പണം കൊണ്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയോ, അവിടെ ഭൂമി വാങ്ങാനുള്ള മറ്റെന്തെങ്കിലും കരാറുകൾ ഉണ്ടാക്കിയോ, വീടെടുക്കുന്നതിനുള്ള പദ്ധതികൾ ആരംഭിച്ചോ ഉൾപ്പെടെയുള്ള ഒരു വിശദാംശങ്ങളും ഈ ആപ്പിനകത്തിൽ അടിമുടി ദുരൂഹമായി പോവുകയാണ് ഈ ആപ്പിന്റെ പ്രവർത്തനം. നമുക്കറിയാം, ലീഗിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് പിരിവിന്റെ തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ ഓരോ ദിവസങ്ങളായി പുറത്തു വരുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് പിരിച്ച ഈ തുക എന്ത് ചെയ്തു എന്നോ അല്ലെങ്കിൽ ഈ തുക പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് പോലും ഇപ്പോൾ നിലവില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായും പി വി കുട്ടൻ